സ്ത്രീ സൗഹൃദ ടൂറിസത്തിന്റെയും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെയും ലോകത്തിലെ തന്നെ പ്രിയങ്കര സ്പോട്ടായി നേട്ടം കൊയ്ത കുമരകം. നിരവധി വനിതാ സംഘങ്ങളാണ് കഴിഞ്ഞ വർഷം കുമരകത്തേക്ക് എത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കുമരകത്തെ സ്ത്രീ സൗഹൃദ ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചതോടെയാണ് കൂടുതൽ വനിതാ സംഘങ്ങൾ എത്തിത്തുടങ്ങിയതെന്ന് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നു. ഇവിടുത്തെ ഗ്രാമഭംഗിയും പച്ചപ്പും ബോട്ട് യാത്രയുമൊക്കെയാണ് വനിതാ സഞ്ചാരികൾക്ക് കൂടുതൽ ഇഷ്ടം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്തു നിന്നും പോലും വനിതകൾ മാത്രമുള്ള സംഘങ്ങൾ എത്തുന്നു. സൈക്കിൾ യാത്ര, കാൽനട, ഇവിടങ്ങളിലെ തൊഴിൽ രീതികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്ക് മനസ്സിലാക്കാനും രുചിച്ചറിയാനുമൊക്കെയായാണ് ഈ സംഘങ്ങൾ വരുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി വനിതാ വിനോദസഞ്ചാരികൾക്ക് വില്ലേജ് പാക്കേജ് ഒരുക്കി സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. റിസോർട്ടുകളിലും ഹോട്ടലുകളിലും എത്തുന്ന വനിതാ ഗ്രൂപ്പുകൾ ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് യാത്ര നടത്തുന്നത്. ഇവർക്കായി പ്രത്യേക ഗൈഡിനെയും നിയോഗിക്കുന്നു. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ കാര്യത്തിലും കുമരകം ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. ലോകം ശ്രദ്ധിച്ച വിനോദസഞ്ചാരത്തിനൊപ്പം കുമരകത്തിന്റെ ഇന്നത്തെ മുഖത്തിന് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന അലങ്കാരം കൂടി ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് സഹായകമാണ്. എല്ലാ സീസണിലും വിവാഹം ആഘോഷിക്കാൻ പറ്റിയ കേന്ദ്രമായി കുമരകം മാറി. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനാണ് ആളുകൾ എത്തുന്നതെങ്കിലും കായലോരത്തുള്ള വിവാഹം മാത്രമല്ല, പാക്കേജായി വിനോദസഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്ന രീതിയിലേക്ക് ഇവിടം മാറിയിരിക്കുന്നു. കുമരകത്തിന്റെ ടൂറിസം വരുമാനത്തെയും ഇത് വർദ്ധിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് എത്തുന്നതെന്നാണ് ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ ഉടമകളും പറയുന്നത്. ലക്ഷങ്ങൾ മുതൽ കോടികൾ മുടക്കിയാണ് ഓരോ വിവാഹവും നടക്കുന്നത്. അതിനു പുറമെ ഗെറ്റ് ടുഗെദർ കേന്ദ്രങ്ങളായും KTDCയുടെ ഉൾപ്പെടെ ഇവിടുത്തെ ഹോട്ടലുകൾ മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.